ആദ്യത്തെ 5 പടികൾ പഞ്ചേന്ദ്രിയങ്ങൾ. മനുഷ്യന്റെ 5 ഇന്ദ്രിയങ്ങളെയാണ് ഇവ സൂചിപ്പിക്കുന്നത്. ഈ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നവർക്ക് മാത്രമേ മോക്ഷം ലഭിക്കൂ. കണ്ണ്, കാഴ്ച; ചെവി, ശബ്ദം; മൂക്ക്, ഗന്ധം; നാക്ക്, രുചി; ത്വക്ക്, സ്പർശനം. 2. അടുത്ത 8 പടികൾ അഷ്ടരാഗങ്ങൾ. മനുഷ്യൻ ഉപേക്ഷിക്കേണ്ട 8 വികാരങ്ങളെ ഇവ സൂചിപ്പിക്കുന്നു. കാമം, അമിതമായ ആഗ്രഹം; ക്രോധം, ദേഷ്യം; ലോഭം, പിശുക്ക് അല്ലെങ്കിൽ അത്യാഗ്രഹം; മോഹം, ഭ്രമം; മദം, അഹങ്കാരം; മാത്സര്യം, അസൂയ; ദംഭം, പൊങ്ങച്ചം, അസൂയ. 3. അടുത്ത 3 പടികൾ ത്രിഗുണങ്ങൾ. പ്രകൃതിയുടെ 3 ഗുണങ്ങളെ മറികടക്കണമെന്നാണ് ഇതർത്ഥമാക്കുന്നത്. സത്വഗുണം നന്മ, ശുദ്ധി; രജോഗുണം പ്രവർത്തനം, ആവേശം; തമോഗുണം അലസത, അന്ധകാരം. 4. അവസാനത്തെ 2 പടികൾ അറിവും വിദ്യയും. വിദ്യ ജ്ഞാനം, അവിദ്യ അറിവില്ലായ്മ. ചുരുക്കത്തിൽ ഈ 18 ഘട്ടങ്ങളും പിന്നിട്ട് മുകളിലെത്തുന്ന ഭക്തൻ കാണുന്നത് തത്വമസി എന്ന വാക്യമാണ്. അതായത്, നീ അന്വേഷിക്കുന്നത് നിന്നിൽ തന്നെയാകുന്നു, അല്ലെങ്കിൽ നീ തന്നെയാകുന്നു അത്. തന്റെ ഉള്ളിലെ ദൈവത്തെ തിരിച്ചറിയുക എന്നതാണ് ഇതിന്റെ ആത്യന്തിക ലക്ഷ്യം.